ഒരു പെൺകുട്ടി 738 ദിവസങ്ങൾ ഒരു കൂട്ടം മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മരത്തിന് മുകളിൽ ഏറുമാടം കെട്ടി താമസിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? എങ്കിൽ അങ്ങനെ ഒരു കഥയുണ്ട്. കഥയല്ല, യാഥാർത്ഥ്യം. നമ്മൾ ജീവിക്കുന്ന ലോകത്തെ സംരക്ഷിക്കപ്പെടുക എന്നുള്ള കർത്തവ്യം കാട്ടിത്തരുന്ന ചില മനുഷ്യരുണ്ട്. അവരാണ് എന്നും ഈ ലോകത്തിന്റെ കാവൽക്കാരൻ. അങ്ങനെ ഒരാളാണ് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. Most of whom we will never meet. Our choices today are going to either uplift their lives or ആ പേരിന് പിന്നിൽ ഒരു കഥയുണ്ട്. അവിടെ നിന്ന് തന്നെ തുടങ്ങാം. കുട്ടിക്കാലത്ത് അച്ഛന്റെയും അമ്മയുടെയും ഒപ്പമുള്ള ഒരു മനോഹരമായ യാത്രയിൽ അവൾക്കൊപ്പം കൂട്ടുകൂടിയ ഒരു പൂമ്പാറ്റയുടെ കഥയുണ്ട്. ആ യാത്രയിലുടനീളം അവളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ബട്ടർഫ്ലൈയുടെ കഥ. നമുക്കത്ര സംഭവബഹുലമല്ലെങ്കിലും ഒരാളുടെ പേര് തന്നെ മാറ്റിമറിക്കാൻ ഈ ഒരു സംഭവത്തിന് കഴിഞ്ഞു എന്നുള്ളിടത്താണ് അവളിലെ പ്രകൃതി സ്നേഹിയെ നമുക്ക് കണ്ടെത്താനാകുന്നത്. അങ്ങനെയാണ് ജൂലിയ ലോറൈൻ ഹിൽ എന്ന പേരിൽ നിന്നും ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ എന്ന പേര് അവൾ സ്വയം തിരഞ്ഞെടുക്കുന്നത്. കാലങ്ങൾ കടന്നുപോയി. വർഷം 1997. കാലിഫോർണിയയുടെ മനോഹരമായ പൈതൃകം വിളിച്ചു പറയുന്ന റെഡ്വുഡ് മരങ്ങൾ മുറിച്ചു മാറ്റാൻ പസഫിക് ലാംബർ എന്ന മരമുറി കമ്പനി കരാറേറ്റെടുക്കുകയാണ്. 1000 വർഷം പഴക്കമുള്ള റെഡ്വുഡ് മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടാൻ പോകും. ഉള്ളിൽ പ്രകൃതി സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും ബാക്കി നിൽക്കുന്നവർക്ക് കേട്ടു നിൽക്കാൻ സാധിക്കാത്തൊരു സംഭവമായിരുന്നു. പരിസ്ഥിതി പ്രവർത്തകർ ഇതിനെതിരെ പ്രതിരോധിക്കാൻ തന്നെ തീരുമാനിച്ചു. ആ സമരത്തിന്റെ മുഖമാകാനുള്ള തിരച്ചിൽ ചെന്നെത്തിയത് അവളിലായിരുന്നു. ആ തന്റെ ഇടത്തിന്റെ പേരാണ് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. മരത്തിന് മുകളിൽ ഏറുമാടം കെട്ടി അവൾ കയറി. ഒരാഴ്ചത്തെ സമരമായിരുന്നു ലക്ഷ്യം. കൺമുന്നിൽ ഇല്ലാതാകാൻ പോകുന്ന മരമുത്തശ്ശിക്ക് വേണ്ടി ഒരിക്കലും പിന്മാറില്ല എന്ന ഇച്ഛാശക്തിയോടുകൂടി ജൂലിയ പോരാടിയത് നീണ്ട 2 വർഷമാണ്. ചില ചരിത്രങ്ങളിൽ മായ്ക്കപ്പെടാനാകാത്തതാണ്. 1999 1000 മരങ്ങളെ രക്ഷിച്ചുകൊണ്ട് ജൂലിയ നിലത്തിറങ്ങുന്നത് മറ്റൊരു അധ്യായം തീർത്താണ്. ജൂലിയ നമ്മളോട് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. പേര് ഒരടയാളമാകണം. ചെറിയ ജീവിതത്തിൽ നമ്മൾ നടത്തിയ നല്ല ഇടപെടലുകളുടെ അടയാളം. നമ്മൾ ഈ കഥ പറഞ്ഞത് 8ാം ക്ലാസ്സിലെ ജൂലിയ ഓർ ലൂണ എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ വരും വീഡിയോകളിൽ നമുക്ക് കാണാം. നിങ്ങളിൽ ഒരുപാട് ജൂലിയമാർ ഇനിയും ഉണ്ടാകട്ടെ. ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. കഥകൾ അവരും പഠിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കണ്ട. വരും വീഡിയോകൾ വീണ്ടും കാണാം. ബൈ.